നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയിൽ എഡേഴ്സൻ്റെ ചീട്ട് കീറിയോ? പലരും ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം പെപ്പിനോട് തന്നെ ചോദിക്കുന്നു. നമുക്കറിയാം, ആൻഫീൽഡിൽ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ എഡേഴ്സനെ കളിപ്പിച്ചില്ല. സ്റ്റെഫാനോ ഓർട്ടേഗയായിരുന്നു അവരുടെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തിരുത്തിയപ്പോൾ എഡേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഈ ചോദ്യമൊക്കെ പെപ്പിനോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് നിർണായകമായ മത്സരത്തിന് ഇറങ്ങുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി. നോട്ടിംഗ്ഹാം ഫോറസ്റ്റാണ് എതിരാളികൾ. ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്താൽ പണി കിട്ടും. ഓൾറെഡി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തതിൻ്റെ പണി കിട്ടിക്കിടപ്പാണ്. തുടർച്ചയായ മത്സരങ്ങൾ പാളീസായി നിൽക്കുമ്പോൾ ഇന്നൊരു പൊട്ടൽ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ലിവർപൂളിനെ തോൽപ്പിച്ച ഒരേ ഒരു ടീമാണെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ. എഡേഴ്സിനെ കൊണ്ടുവരുമോ എന്ന ചോദ്യമുണ്ട്. എന്നാൽ എഡേഴ്സിൻ്റെ ചീട്ട് കീറുമോ എന്നുള്ള ചോദ്യം ഉയരാൻ പല കാരണങ്ങളുണ്ട്. പെപ്പിൻ്റെ മറുപടിയും അതിനൊരു കാരണമാണ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് തന്നെ എഡേഴ്സിന് വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബുകൾ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ പരസ്യമാക്കിയ കാര്യമാണ്. ഒരുപക്ഷെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സിറ്റിയിലൊരു ശുദ്ധികലശം സംഭവിക്കുമെന്നും അതിൽ എഡേഴ്സിനടക്കമുള്ളവർ പുറത്തു പോകുമെന്നും ഇന്നലെ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിരുന്നു. KDBയും എഡേഴ്സനും കേൽവാക്കറും ജാഗ്രീലിഷും ഒക്കെ പുറത്തേക്ക് പോകുമെന്നാണ് അവരുടെ സൂചനകൾ. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എഡേഴ്സിനെ കളിപ്പിക്കാതിരിക്കുന്നത് എന്നുകൂടി നോക്കുക. ഏതായാലും പെപ്പ് ഗാർഡിയോളയോട് ഇന്നലെ ചോദിക്കുകയുണ്ടായി, എന്താണ് എഡേഴ്സിൻ്റെ കാര്യം? അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോകാം. ഇന്ന് അവർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 1 മണിക്കാണ് ആ കളി. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് എഡേഴ്സൺ ലിവർപൂളിനെതിരെ കളിക്കാതിരുന്നപ്പോൾ റിയാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ റിയാക്ഷൻ റിയലി ഗുഡായിരുന്നു. നല്ല റിയാക്ഷനായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം വർഷങ്ങളായിട്ടറിയാം. 8-9 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് പരസ്പരം അറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എഡേഴ്സൺ ആര്, സ്റ്റെഫാനോ ഓർട്ടേഗ ആര് എന്ന് ചോദിച്ചാൽ എഡേഴ്സൺ ഈസ് മാഞ്ചസ്റ്റർ സിറ്റീസ് നമ്പർ 1 ആൻഡ് സ്റ്റെഫാൻ നമ്പർ 2. അതങ്ങനെ തന്നെയാണ്. പക്ഷേ ബി സ്റ്റെഫാൻ കണ്ടിന്യൂ ചെയ്യും. അതിപ്പോൾ നാളത്തെ കളിയിലും അതിനടുത്ത മത്സരങ്ങളിലുമൊക്കെ നമുക്ക് നോക്കാം. വി വിൽ സീ ടുമാറോ ആൻഡ് ഇൻ ദി നെക്സ്റ്റ് ഗെയിംസ് എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. വരുന്ന മത്സരങ്ങളിൽ സ്റ്റെഫാൻ തന്നെ തുടർന്നേക്കും എന്നുള്ള സൂചന കൂടി പെപ്പ് ഗാർഡിയോള നൽകുമ്പോൾ എഡേഴ്സിൻ്റെ ചീട്ട് കീറിയോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.